ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചെറുപയർ വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. പരിപ്പ് വടേൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്നാക്കിനുള്ളത്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ 1 കപ്പ് ചെറുപയർ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 4-5 മണിക്കൂർ ഇതൊന്ന് കുതിർത്തെടുക്കണം. ഞാനിതിവിടെ വാഷ് ചെയ്തെടുത്തതിന് ശേഷമാണ് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇതിലുള്ള വെള്ളം മുഴുവനായിട്ട് പോയതിന് ശേഷം മാത്രം നമുക്കിത് റെഡിയാക്കി തുടങ്ങാം. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം പകുതി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തരികളോട് കൂടിയിട്ട് വേണം കേട്ടോ ഇതൊന്ന് അരച്ചെടുക്കാൻ. ഇതുപോലെ വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള ചെറുപയറും കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ വേണ്ടത് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണ്ട ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് ഒരു ചെറുപയർ ഇങ്ങനെ കടിക്കാൻ കിട്ടണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങൾക്ക് ഒരു അരച്ചെടുക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പച്ചമുളകിൻ്റെ ഒരു അളവൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടേ കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കടലമാവാണ്. 2 ടേബിൾ സ്പൂൺ കടലമാവാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു കടലമാവിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടിയോ മൈദമാവോ ഒക്കെ എടുക്കാവുന്നതാണ്. നമ്മളിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കടലമാവ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൈ വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത്. ഷേപ്പാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഓരോ സ്നാക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ പീസ് ഇതിന്ന് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു പരിപ്പ് വടേൻ്റെ ഒരു ഷേപ്പിലാണ് ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് റെഡിയാക്കാവുന്നതാണ്. ഇത് ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കുമ്പോഴാണ് കറക്റ്റ് ഒരു പരിപ്പ് വടേൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഡീപ് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ വേണം നമ്മൾ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് ചൂടായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ചൂടായി വന്ന് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വേണം തീ ഒന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഓരോ സ്നാക്കായിട്ട് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല പോലെ തന്നെ കുക്കായിട്ട് ക്രിസ്പി ആയിട്ടും കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇതൊന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സ്നാക്കും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ സ്നാക്കൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. പരിപ്പ് വടേൻ്റെ ഒരു സെയിം ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത്. സ്നാക്കൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഒരു പരിപ്പ് വടേൻ്റെ ഒരു ഷേപ്പ് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ തോന്നുന്നുണ്ട് അല്ലേ. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കഴിക്കാൻ. അതുപോലെ ചെറുപയർ ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ടും കൂടെ അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരോടും ബായ്.